നമസ്കാരം. ടി.ജി. മോഹൻദാസിൻ്റെ ദില്ലി പരാമർശം, ദില്ലിയിലെ കുട്ടികൾ അവിടെ സമരം നടത്തിയതിനെ ആക്ഷേപിച്ച് ആ പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അവരെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആരും ഒന്നും പറയില്ല, എല്ലാവരും ഇഷ്ടത്തോടെ അങ്ങ് നിന്നു കൊടുക്കുമെന്ന രീതിയിൽ പിന്നെ അവരെയൊക്കെ വെടിവെച്ചു കൊല്ലണം എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതൊക്കെ വളരെ ധാർഷ്ട്യം, അങ്ങേയറ്റം വിവരക്കേടാണ്. ആ വിവരക്കേടിനെ എതിർത്തുകൊണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. ആ വിവരക്കേടിനാണ് ഞാൻ എതിർത്തത്. കാര്യം ശരിയല്ല, ഒരു മനുഷ്യൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. അത് ഏത് പാർട്ടി, ഏത് മതം, അതൊക്കെ വേറെ വിഷയമാണ്. നമ്മളങ്ങനെ പറയാൻ പാടില്ല. അതാണ് എൻ്റെ ഒരു രീതി. അതാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ എൻ്റെ ചാനലിലൂടെ പറയുന്നത്. ചില വാർത്തകൾ കിട്ടുമ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ അവതരിപ്പിക്കുക, അതാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ പ്രതികരണങ്ങൾ ഞാൻ സംസാരിക്കും. ടി.ജി. മോഹൻദാസിനെ സംബന്ധിച്ചിടത്തോളം ആ പറഞ്ഞ പറച്ചിൽ എനിക്കിഷ്ടപ്പെട്ടില്ല. അതെൻ്റേതായ രീതിയിൽ ഞാൻ സംസാരിച്ചു. അതിനർത്ഥം ടി.ജി. മോഹൻദാസ് എനിക്ക് താല്പര്യമില്ലാത്ത ഒരാളാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്നെ ടി.ജിയോട് മിണ്ടൂല്ലെന്നോ അങ്ങനെയൊന്നുമല്ല. അയാളെ സമൂഹ മധ്യത്തിൽ ആക്ഷേപിക്കണമെന്നുമല്ല. പക്ഷെ അയാൾ ചെയ്തത് തെറ്റാണെന്ന് രൂക്ഷമായിട്ട് പ്രതികരിച്ചു. അത് അതിരൂക്ഷമായി ആര് ചെയ്താലും പ്രതികരിക്കും. അതിന് പിണറായി ചെയ്താലും വി.ഡി. സതീശൻ ചെയ്താലും നരേന്ദ്രമോദി ചെയ്ത് കഴിഞ്ഞാലും വേറെ ആര് ചെയ്താലും ആ കാര്യത്തിൽ നമ്മുടെ പ്രതികരണം കണക്കാണ്. ഈ ചാനലിൽ അങ്ങനെ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നതും. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ന ഒരു രാഷ്ട്രീയം അങ്ങനെയൊന്നുമില്ല. എൻ്റെ വീഡിയോകൾ എല്ലാ വീഡിയോകളും കാണുന്നവർക്ക് അത് മനസ്സിലാവും. ചില വീഡിയോകൾ മാത്രം കാണുന്നവർക്ക് ഏതെങ്കിലും പക്ഷം ചേർന്ന് പറയുന്നു തോന്നും. കാരണം അതിൽ വിമർശിക്കുന്നത് അങ്ങനെ. ഇവിടെ ടി.ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്തതിനെ എതിർക്കുമ്പോഴും അദ്ദേഹത്തിനെതിരെ എടുത്തിട്ടുള്ള കേസിനെ കുറിച്ച് എനിക്കെതിരെ അഭിപ്രായമുണ്ട്. കാരണം നമ്മുടെ പോലീസിൻ്റെ ചില നിലപാടുകൾ ഭരണകൂട നിലപാടിൻ്റെ അതനുസരിച്ചിട്ടാണ് പോണത്. ജനങ്ങൾ എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊത്ത് ഒഴുക്കിനൊത്ത് നീങ്ങുക, എന്നിട്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങുക എന്നത് ഭരണകൂടത്തിൻ്റെ ഒരു കുഴപ്പമാണ്. ഇതിപ്പോൾ മാത്രമല്ല, ഞാൻ കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലം ഞാനൊന്ന് പറഞ്ഞുതരാം. 2016 നമുക്കറിയാമല്ലോ, പാലിയേക്കര ടോൾ പ്ലാസയിൽ നടന്നൊരു സംഭവം. DYSP KK രവീന്ദ്രൻ അദ്ദേഹം നിയമം പാലിച്ചു എന്നുള്ളൊറ്റ കാരണം കൊണ്ട്, ടോൾ പ്ലാസകളിൽ നിയമമുണ്ട്, അവിടെ ഒരു യെല്ലോ ലൈൻ 2 ക്രോസിന് വരച്ചിട്ടുണ്ടാവും. ആ ലൈനിൻ്റെ പുറത്തേക്ക് വാഹനങ്ങളുടെ നിര ക്യൂ നീണ്ടു കഴിഞ്ഞാൽ ആ ബാറ് പൊന്തിച്ച് വാഹനങ്ങൾ കടത്തിവിടണമെന്നാണ് നിയമം. എല്ലാ ബൂത്തുകളിലും ഉണ്ടത്. അതിവിടെ കൃത്യമായിട്ട് പാലിയേക്കര ടോൾ പ്ലാസയിൽ ഇയാൾ ചെയ്തിരുന്നു. DYSP KK രവീന്ദ്രൻ ചെയ്തിരുന്നു. ആ നിയമം പാലിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വലിയ നഷ്ടം ഇവർക്കുണ്ടായിരുന്നു. കിലോമീറ്റർ കണക്കിന് ക്യൂ കിടക്കാനായിട്ട് സമ്മതിക്കില്ല. ഇയാൾ വരുന്ന സമയത്ത് അങ്ങനെ ക്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ യെല്ലോ ലൈൻ കഴിഞ്ഞിട്ട് പുറത്തേക്കുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ബാറ് പൊന്തിച്ച് കടത്തിവിടും. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് നിയമം. ആ നിയമം പാലിക്കുന്നതുകൊണ്ട് ടോളുകാർക്ക് ഇയാളോട് ദേഷ്യമായിരുന്നു. അതിന് ദേഷ്യമായിരുന്ന സമയത്താണ് ഹരിറാം എന്ന് പറഞ്ഞൊരു ചങ്ങായി കുടുംബസമേതം അവിടെ വന്ന് ചാടിയതും രാത്രിയിൽ അവരുമായിട്ട് വാക്ക് തർക്കമുണ്ടായതും ഒരു കൊലക്കേസിൽ പ്രതിയെ പിടിക്കാൻ പോയിട്ടുള്ള ഈ DYSP അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ ചുമതല. അദ്ദേഹം പ്രതി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായതും ചൂടായതും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ വീഡിയോ വന്നതും അങ്ങനെ അയാളെ ഒരു ഭീകര കുറ്റവാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് രാത്രിക്ക് രാത്രി കാസർഗോട്ടേക്ക് സ്ഥലം മാറ്റിയതും ഇതാണ് അന്ന് നടന്ന സംഭവം. കാരണം സോഷ്യൽ മീഡിയയും ചാനലുകളും എല്ലാം കൂടി ഈ DYSP ഈ KK രവീന്ദ്രനെ അങ്ങ് കൊല വിളിച്ചു. അങ്ങോട്ട് കൊല വിളിച്ചു. ഇപ്പോൾ ഈ ടി.ജിയെ ശരിയാക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെ കൊല വിളിച്ചു. അതുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെയാണ് അദ്ദേഹം കാസർഗോഡെ സ്ഥലം മാറ്റി. അന്ന് ഈ DYSP എനിക്കറിയുന്ന ആളാണ്. അദ്ദേഹം പണ്ട് ജോലി ചെയ്ത ഒരു സ്റ്റേഷനിൽ ഞാനും 28 ദിവസം ലീഗൽ സർവീസ് വാളണ്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കൊരു പരിചയമുണ്ട്. ഇങ്ങനെ ചീത്ത വിളിക്കൂല എന്ന് എനിക്കറിയാം. വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് ആ രവീന്ദ്രനാണോ ഈ രവീന്ദ്രൻ അന്വേഷിച്ചു. അതേന്ന് മനസ്സിലായപ്പോൾ പിന്നെ എന്തായാലും ഒരു കൗൺസിലിംഗ് ഒക്കെ വേണ്ടി വരും. കാരണം ഒരു പച്ച സാധു മനുഷ്യനാണത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയാണ് കയറി റൂമിൽ പോയി കഥകടച്ച് കുത്തിയിരിക്കണം ഒരു പാവം. അങ്ങനെ സംസാരിച്ചു. പിന്നെ വിവരാവകാശ നിയമപ്രകാരം കുറേ രേഖകളൊക്കെ എടുത്തു. ആ രേഖകളൊക്കെ കിട്ടാവുന്നതൊക്കെ പരമാവധി വാങ്ങിയ രഹസ്യം ഇവിടെ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും ഞാൻ കളക്ട് ചെയ്തു. അതിനുശേഷം ആഭ്യന്തരമന്ത്രിയായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹത്തിന് രേഖകൾ അയച്ചു കൊടുത്തു. ഈ DYSP ആണ് ശരി എന്ന് മനസ്സിലായപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ തിരികെ DYSP ആയിട്ട് തൃശ്ശൂരേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് അന്നത്തെ സംഭവം. രമേശ് ചെന്നിത്തല ആ ഒരു കാര്യത്തിൽ എനിക്ക് മൂപ്പരിലൊരു വിശ്വാസമുണ്ട്. കാരണം സത്യം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പക്ഷേ ഏതൊരു ഭരണകൂടമായാലും സോഷ്യൽ മീഡിയ ആയാലും മറ്റേതായാലും ഇളകി കളിക്കുമ്പോൾ അതിന് പിന്നാലെ അങ്ങോട്ട് പോയി നിയമം നടത്താൻ നോക്കരുത്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്, ഒത്തിരി സന്ദർഭങ്ങൾ. അതായത് ജനം ഇളകി അങ്ങോട്ട് നിൽക്കുകയാണെങ്കിൽ ആ ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരെയും അറസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ടി.ജിയെ സംബന്ധിച്ചിടത്തോളം അതാണ്. മറുഭാഗത്ത് ആയങ്കിയെ അറസ്റ്റ് ചെയ്യുന്ന സമയം വന്നപ്പോൾ ആയങ്കിയുടെ അറസ്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആയങ്കിയെ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എന്നെ പൊങ്കാലിട്ടു. ഞാനത് പറഞ്ഞതിന് കാരണമുണ്ട്. അത് ഇനിയും അതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഏതായാലും ആയങ്കിയെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്താ ടി.ജി അറസ്റ്റ് ചെയ്യാത്തതെന്ന് വെച്ചു. ടി.ജി അറസ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി.ജി പറഞ്ഞത് മഹാ ചെറ്റത്തരമാണെന്ന് എല്ലാവർക്കും അറിയാം.
അത് ചെറ്റത്തരമാണ്. പക്ഷേ നിയമപരമായി ഒരു കേസ് കോടതിയിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻ അനുസരിച്ച് നോക്കുമ്പോൾ ടി ജിക്കെതിരെ കേസെടുത്താൽ അത് നിലനിൽക്കില്ല. ഇപ്പോൾ നോക്കൂ, അദ്ദേഹത്തെ വളഞ്ഞു കെട്ടി അറസ്റ്റ് ചെയ്ത് കൊണ്ട് കോടതിയിൽ എത്തിച്ചപ്പോൾ കോടതി എന്താ പറഞ്ഞു? പോലീസിനെ ശാസിച്ചിട്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ അടുത്ത വർത്താനം പറയും അദ്ദേഹത്തിന് ബെയിൽ കണ്ടീഷൻ കൊടുത്തില്ലേ എന്ന്. അത് കോടതി എല്ലായിടത്തും, ഇപ്പോൾ എനിക്ക് ജാമ്യം എടുത്തപ്പോൾ എനിക്ക് കണ്ടീഷൻ ഉണ്ടായിരുന്നല്ലോ, അതെല്ലാത്തിനും കണ്ടീഷൻ ഉണ്ടാവും. ജാമ്യ വ്യവസ്ഥകൾ കുറേ, സാക്ഷിയെ സ്വാധീനിക്കരുത്, സമാന കുറ്റകൃത്യങ്ങൾ പിന്നെ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ പറയും. ഇപ്പോൾ ടി ജിയെ സംബന്ധിച്ചിടത്തോളം ഇനി വിദ്യാർത്ഥികളെ ആക്ഷേപിക്കരുത്, വിദ്യാർത്ഥികളെ ബലാത്സംഗം ചെയ്യാമെന്ന് പറയരുത്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മൂപ്പരത് പറയില്ല, വേറെ കാര്യങ്ങൾ പറഞ്ഞോളും. ഇവിടെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനെടുത്ത ശുഷ്കാന്തി എന്ന് പറഞ്ഞത് അത് ശരിയല്ല. അത് ശരിയല്ല എന്ന് പറയുന്നത് നിലനിൽക്കുന്ന കേസാണെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആൾക്കാരെല്ലാവരും കൂടി ചാടിത്തുള്ളിയിട്ട് അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് അറസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാമല്ലോ. ഈ ജനങ്ങളങ്ങ് ആക്രോശിച്ച് ചാടണം, അയാളെ അറസ്റ്റ് ചെയ്യണം, ഇയാളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ടി ജി അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം FIR ഇട്ടിട്ട് 10 ദിവസത്തോളം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. FIR ഇട്ട് കഴിഞ്ഞ് ഈ പോലീസിനെ അറിയാം ഇത്. കാരണം കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ എടുത്ത് തോട്ടിലിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നുള്ളത്. അതിന് ഏതൊക്കെ വകുപ്പിട്ട് കഴിഞ്ഞാലും ഒരു 3 വർഷം, ഒരു 6 മാസം ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ശിക്ഷ എന്ന് പറയുന്നത്. 7 കൊല്ലത്തിന് താഴെയാണെന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടി പേരെ പോരും. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും നാടകങ്ങൾ കളിക്കണം. ഇപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനെ നാടകങ്ങൾ നടന്നിരുന്നു. എന്നെ അറസ്റ്റ് ചെയ്യാൻ പോലും പാടില്ലാത്തതാണ്. വിളിച്ച് മൊഴി എഴുതിയിട്ട് വിടേണ്ടതാണ്. ആ സ്ഥാനത്ത് വീട് വളഞ്ഞ് ഒരു കൊടും കുറ്റവാളിയെ പോലെ അറസ്റ്റ് ചെയ്ത് പിന്നെ ജയിലിൽ അടയ്ക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. അത് ഒരാളെ പൂട്ടാനായിട്ട് പോലീസ് കെട്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഭരണകൂടത്തിൻ്റെ ഒത്താശ കൊണ്ടുണ്ടെങ്കിൽ അവർ ചെയ്യും. CPMനെ അടപടലം വിമർശിച്ച് അങ്ങേയറ്റം വിമർശിച്ച് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ പൂട്ടാൻ ഒരു അവസരം കിട്ടുമ്പോൾ അവർ വെറുതെ വിടൂലല്ലോ. അതാണ് അവർ ചെയ്തത്. അതിൻ്റെ ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. അത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് അതിൻ്റെ വഴിക്ക് പോവുകയും ചെയ്യും. അത് ഭരണകൂടത്തിൻ്റെ ഒരു കുഴപ്പമാണ്. അത് പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് പാടില്ല. ഇപ്പോൾ ടി ജിയെ വേണമെങ്കിൽ ജയിലിൽ അടയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ടി ജി ചെയ്ത കുറ്റങ്ങൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ ആ കുറ്റങ്ങൾ ടി ജി സമ്മതിച്ചാൽ കൂടി അതിനിടുന്ന വകുപ്പുകൾക്കൊരു പരിധിയുണ്ട്. ഇപ്പോൾ FIR ഞാൻ കണ്ടു. അതിനകത്തുള്ള വെച്ച് നോക്കുമ്പോൾ ജാമ്യം കിട്ടി പോരും. കേസെടുക്കാൻ തന്നെ വകുപ്പില്ലാന്നേ. കാരണം ഇപ്പോൾ അവിടെ വെടിവെച്ച് കൊല്ലുന്ന ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വെടിവെച്ച് കൊല്ലൂ എന്ന് പറഞ്ഞിട്ടില്ല. നിയമത്തിൽ അങ്ങനെ ചിലതുണ്ടല്ലോ, കൊല്ലും എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വധഭീഷണി മുഴക്കിയിട്ടില്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് കേസിൽ നിലനിൽക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണിനോട് അനാവശ്യം അയാൾ പറഞ്ഞിട്ടില്ല. ധാർമ്മികമായിട്ട് നമുക്കറിയാം ടി ജി പറഞ്ഞത് ചെറ്റത്തരാണ്. അവിടെ ആ പെൺകുട്ടികളെ മുഴുവൻ ബലാത്സംഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. പക്ഷേ നിയമത്തിൻ്റെ കണ്ണിലേക്ക് എത്തുമ്പോൾ അത് നിലനിൽക്കില്ല. അതാണ് അതിൻ്റെ കുഴപ്പം. അതുകൊണ്ട് ടി ജിയെ അറസ്റ്റ് ചെയ്തതും ഒരു ദിവസം ബുദ്ധിമുട്ടിച്ചതും ജയിലിൽ അടയ്ക്കാമെന്ന് കരുതിയിട്ട് കോടതിയിലേക്ക് കൊണ്ടുചെന്ന് പോയതും ഒക്കെ ഒരു നാടകത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പോലീസുകാർക്ക് അറിയാമായിരുന്നു. ടി ജിയും പോലീസുകാരും കൂടെ സംസാരിച്ച് ഒരു തീരുമാനം കൃത്യമായിട്ട് ടി ജിയെ കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരിക്കും 2 മണിക്കൂർ ചിലവഴിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ തോന്നലാണ്, ശരിയായിക്കൊള്ളണമെന്നൊന്നും ഇല്ലല്ലോ. എന്തായാലും ജയിലിൽ പോകില്ലെന്ന് അറിയാമല്ലോ. കിട്ടുന്ന വകുപ്പുകളും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് അറിയാത്തവരൊന്നും അല്ലല്ലോ. ഏതായാലും ഇത്തരത്തിലുള്ള നാടകങ്ങൾ കാണിക്കാനുള്ളതല്ല നമ്മുടെ നിയമ സംവിധാനങ്ങൾ, നീതി സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. അതാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ളതല്ല. ഒരു കുറ്റകൃത്യം നടന്നു കഴിഞ്ഞാൽ ആ കുറ്റകൃത്യം ചെയ്ത ആളെ കണ്ടെത്തി ആ കുറ്റകൃത്യത്തിന് ആസ്പദമായിട്ട് തെളിവുകൾ, ശിക്ഷിക്കാൻ ആവശ്യമായി എന്തൊക്കെ തെളിവ് സംഘടിപ്പിക്കാൻ കഴിയുമോ ആ തെളിവുകളെല്ലാം കണ്ടെത്തി അത് കോടതിയിൽ എത്തിക്കണം. കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി കൊടുക്കലല്ല. അല്ലെങ്കിൽ ഒരു തെളിവില്ലാത്ത കേസാണെന്നുണ്ടെങ്കിൽ അതിന് ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് നിലനിൽക്കാൻ നിന്നിട്ട് ആ ഭാഗത്ത് മിണ്ടണ്ട. പിന്നെ ജനങ്ങൾ ചാടുന്നത്, ടി ജി അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ജനങ്ങൾ ചാടുന്നത് 4 ദിവസം ഉണ്ടാവുള്ളൂ. 5ാമത്തെ ദിവസം വേറെ ഏതെങ്കിലും ഒരാൾ ഒരു വിഷയം കൊണ്ട് പൊക്കിക്കൊണ്ട് വരുമ്പോൾ ടി ജി അവിടെ നിന്ന് പോകും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ആളെ ഈ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തത് സത്യത്തിൽ കുറേ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് ഗുണമുണ്ടായിട്ടുള്ളത് ടി ജിക്ക് മാത്രമാണ്. അയാൾ സമൂഹത്തിൽ വലിയ പദവിയൊന്നും ഇല്ലാതെ, ഒരു പദവി എടുക്കാതെ അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. ആ ഒരാളെ സ്റ്റാറാക്കി മാറ്റാൻ മാത്രമേ ഇത് ഉപകരിച്ചിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. Different angles. Don't forget to subscribe and support this channel.